ഹലോ ഫ്രണ്ട്സ്, അപ്പം ഞാൻ വീണ്ടും വന്നു. ഇന്നത്തെ എൻ്റെ സബ്ജക്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാവർക്കും ഒട്ടുമുക്കാൽ ആളുകൾ നമ്മൾ എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നൊന്നും കറക്കരുത്, അധികം നമ്മുടെ സ്കിന്നൊക്കെ വെളുക്കാനായിട്ട് ഒത്തിരിയധികം ക്രീമുകളൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണ്. അതിനകത്തൊരു മെയിൻ ക്രീമാണ് നമ്മളായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു ക്രീമാണ് സൺസ്ക്രീം, സൺ ബ്ലോ ക്രീം, സൺ പ്രൊട്ടക്ഷൻ ക്രീം, അങ്ങനെ കുറേ പറയുന്നുണ്ട്. എന്തായാലും സൺസ്ക്രീം. അപ്പോൾ നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് നമ്മളിപ്പം പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ സൂര്യൻ്റെ ഇത് ഏറ്റിട്ട് നമ്മുടെ സ്കിന്നൊന്നും കറക്കാതിരിക്കാനും അൾട്രാ വയലറ്റ് റേസിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടാനുമാണ്. അപ്പം നമ്മൾ സൺസ്ക്രീം എടുക്കുമ്പം നമ്മൾ അതിനകത്ത് എന്ത് ഫാക്ടർ നോക്കിയിട്ടാണ് എങ്ങനെയാണ് അത് പ്രൊട്ടക്ട് ചെയ്യുന്നത് നോക്കിയിട്ടുണ്ടോ? എനിക്കും അറിയത്തില്ലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഒരു പ്രാവശ്യം ഞാൻ ക്രീം അടിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞപ്പോൾ ഒത്തിരി സൺസ്ക്രീമിൻ്റെ അവിടെ ആണെങ്കിൽ കുറേ എഴുതി വെച്ചിരിക്കുന്നത് എന്താ കണ്ടൊക്കെ. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊരു റിസർച്ച് ചെയ്തു. അപ്പം ഞാൻ അതിൻ്റെ റിസർച്ച് ചെയ്തപ്പോൾ ഞാൻ പഠിച്ചൊരു കാര്യങ്ങൾ പറഞ്ഞു തരാം കേട്ടോ. അപ്പം നമ്മൾ സൺ പ്രൊട്ടക്ഷൻ ക്രീം എടുക്കുമ്പോൾ നമ്മൾ സൺസ്ക്രീം, സൺ ബ്ലോ ക്രീം എന്നൊക്കെ വരും. അപ്പോൾ നമ്മൾ ഈ സൺസ്ക്രീം എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അതിനകത്ത് ഈ SPF എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവും. അതാണ് സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ. ഈ സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഈ സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ ഒരു 20% ഒക്കെ ഉള്ളെങ്കിൽ നമ്മളിപ്പോൾ വീട്ടിലൊക്കെ ഇരിക്കുമ്പോഴും ക്രീം യൂസ് ചെയ്യണമെന്നാണ് പറയുന്നത്, ഈവൻ സൺ പ്രൊട്ടക്ഷൻ ക്രീം. അപ്പം നമ്മൾ കുളിച്ചൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴത്തേക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണ് ഈ 20% ഒക്കെയുള്ള സൺ പ്രൊട്ടക്ഷൻ ക്രീം. നമ്മളെല്ലാ ക്രീമും സൺ പ്രൊട്ടക്ഷൻ ക്രീമാണെന്ന് പറഞ്ഞ് പോയെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളത് പ്രൊട്ടക്ട് ചെയ്യില്ലെന്നർത്ഥം. അപ്പം നമ്മൾ ശരിക്കും നമ്മൾ വെയിൽ കൊള്ളാൻ വേണ്ടി പോകുവാണ്, നമ്മൾ പുറത്തിറങ്ങുന്നുണ്ട്, ശരിക്കും എക്സ്പോഷർ ആകുന്നുണ്ട്, നമ്മൾ ബീച്ച് സൈഡിൽ പോകുവാണ്, അതല്ല നമ്മൾ പൂളിലോട്ട് അല്ലെങ്കിൽ റാലികൾക്കൊക്കെ പോകുവാണ്, ഡയറക്റ്റ് സൺലൈറ്റ് എക്സ്പോഷർ ഉള്ള ആളുകളാണെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ട ക്രീം എങ്ങനെ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഈ സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ 90-95 വരേക്കുള്ള പ്രൊട്ടക്ഷൻ ഫാക്ടറുള്ള ക്രീമുകളുണ്ട്. അപ്പോൾ നമുക്ക് റിയൽ പ്രൊട്ടക്ഷൻ കിട്ടുന്നത് സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ എത്രത്തോളം ഹൈ ആണോ അത്രത്തോളം നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ ശരിക്കും ഔട്ട്സൈഡ് പോവുകയാണ്, ഡയറക്റ്റ് സൺലൈറ്റ് ഉള്ള സ്ഥലത്താണെങ്കിൽ നമ്മൾ 4 മണിക്കൂർ കൂടുമ്പോഴും ഇത് അപ്ലൈ ചെയ്യണം. അതല്ല നമ്മൾ വെള്ളത്തിൽ, ഞാൻ വിചാരിച്ചത് വെള്ളത്തിൽ കുളിക്കുമ്പോൾ വേണ്ടാന്ന്, പക്ഷെ നമ്മൾ വെള്ളത്തിൽ ഇപ്പോൾ ബീച്ചിലേക്ക് ഇറങ്ങുവാണ്, അല്ലെങ്കിൽ നമ്മളിപ്പം പൂളിൽ ഒക്കെ പോകുവാണെങ്കിൽ നമ്മൾ 2 മണിക്കൂർ കൂടുമ്പോൾ ഇത് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ സ്കിന്ന് കറക്കാതെ നമുക്ക് ഈ സൺസ്ക്രീം നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇത് വായിച്ചപ്പോഴാണ് എനിക്കത് കിട്ടിയത്. അപ്പോൾ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത പ്രാവശ്യം സൺസ്ക്രീം എടുക്കാൻ നേരത്ത് സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ നോക്കിയിട്ട് ക്രീം എടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.